ഹായ് എവ്രി വൺ, ഇതൊരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി ആയല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം. ഒരു 4-5 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. പിന്നെ നമ്മുടെ ഗ്രീൻ ലീവ്സ്, അതായത് പുതിനയില, മല്ലിയില, പിന്നെ ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു മീഡിയം സൈസ് സവാള, അത് ചോപ്പ് ചെയ്തല്ല അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ആദ്യമായിട്ട് ഞാൻ നമ്മുടെ സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നന്നായിട്ട് അരയണം കേട്ടോ. നല്ല മഷി പോലെ അരയണം. എങ്കിൽ മാത്രമേ നമുക്കിത് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പം നിങ്ങളിത് അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് അരയ്ക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് അരഞ്ഞു കിട്ടും. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല, മാക്സിമം തൈര് തന്നെ യൂസ് ചെയ്യുക. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം തൈര് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തൈര് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലിട്ട് വേണം മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 1 ടീസ്പൂണോളം മുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ കാശ്മീരി ചില്ലി ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറൊക്കെ തരും കേട്ടോ നമ്മുടെ ചിക്കന്. പിന്നെ അതിലേക്ക് നമുക്ക് ഇനി ചേർക്കാനുള്ളത് ഉപ്പാണ്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നിങ്ങളുടെ പാകത്തിന് ആവശ്യത്തിനായിട്ട് അനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കസൂരി മേത്തി. ഈ കസൂരി മേത്തി നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ തരുന്നത്. നമ്മൾ ഈ ഗ്രില്ല് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഈ ചിക്കൻ എടുത്ത് കഴിക്കുമ്പോൾ ഈ കസൂരി മേത്തിയുടെ ഒരു ഫ്ലേവർ നമുക്ക് അതിലേക്ക് കിട്ടും. അപ്പം നന്നായിട്ട് തിരുമ്മി ആ കസൂരി മേത്തിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് ഈ മസാലയെല്ലാം ഒന്ന് തേച്ച് മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പം നമ്മുടെ ചിക്കൻ അത്രയും ടേസ്റ്റ് കിട്ടും. അപ്പം ഞങ്ങളിതാ പുറത്താണ് കേട്ടോ ഗ്രില്ല് ചെയ്തിരുന്നത്. നല്ല വെതറായിരുന്നു, അതുകൊണ്ട് തന്നെ പുറത്താണ് ഗ്രില്ല് ചെയ്തത്. അപ്പോൾ ഈ ചാർക്കോളിൽ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഗ്രില്ലിലേക്ക് കുറച്ച് എണ്ണ, അതിപ്പോൾ ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ആ എണ്ണയൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഓരോരോ പീസായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് ഒക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ പെട്ടെന്ന് വേകുമല്ലോ. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഒരു 20-25 മിനിറ്റ്സ് വെച്ചാൽ മതിയാവും. ആ ചിക്കൻ നമുക്ക് നന്നായിട്ട് വെന്ത് ഗ്രില്ലായി കിട്ടും. അപ്പോൾ ചിക്കൻ ഇപ്പോൾ നല്ല വെന്ത് നല്ല മണം വരുന്നുണ്ട്. ഇത് ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ബെൽ പെപ്പറും ഒനിയനും നമ്മുടെ ടൊമാറ്റോ ഒക്കെ കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ സാലഡ്സ് ആയിട്ട് നമുക്ക് അതും യൂസ് ചെയ്യാം. അപ്പം ഞങ്ങളിന്നും പൊറോട്ടയാണ് കേട്ടോ. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയ മയണൈസാണ്. മയണൈസിൻ്റെ റെസിപ്പി വേറൊരു ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ചിക്കനും ഈ മയണൈസും എല്ലാമായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ.